എൻ്റെ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. വീണ്ടും പല ചോദ്യങ്ങളും ഇതുപോലെ വന്നിട്ടുണ്ട്. അതിൽ ഒരു ടെക്കീന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് ടെക്നീഷ്യൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ കാക്കനാട് എന്നുള്ള ഒരു ജോൺ തോമസ്, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഓവർ വർക്കിംഗ് കാരണം ഡിപ്രഷനാണ്, അതിന് നിങ്ങളുടെ ഈ മരുന്ന് കൊള്ളാവുന്നതാണ്. ശരിക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറയരുത്. അതായത് DSA എന്നാണ് അതിന് ശരിക്കും അതിന്റെ ടെക്നിക്കൽ വേർഡ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയതിൽ ചെയ്യാൻ പറ്റാത്തതിനെ ആലോചിച്ചുള്ള ദുഃഖത്തിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയും, അതാണ് DS. അതായത് 10 മണിക്ക് നമ്മൾ ജോലിക്ക് കയറി 5 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടുമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോഴാണ് ബോസ് എന്ന് പറയുന്നത് ആ വർക്കോടെ തീർത്തിട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ ഡിസപ്പോയിന്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ വർക്ക് ശരിക്കും കറക്റ്റ് ആവണമെന്നില്ല. കാര്യം കാമുകിയെ നമ്മളെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നതാണ്, അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്ട്രെസ്, ഇത് ബോസിനോട് പറയാനും പറ്റാത്ത ഒരു അവസ്ഥ വരും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആങ്സൈറ്റി. നാളെ അവള് ഇനി എന്നെ കണ്ടാൽ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നാളെ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസും, സ്ട്രെസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസും, ആങ്സൈറ്റി എന്ന് പറയുന്നത് നാളെ സംഭവിക്കാൻ പോകുന്നത്. ഇതിന് മൂന്നിനും ശരിക്കും 3 തരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ ഹെമ്പിലുണ്ട്. അത് എങ്ങനെയാണെന്നൂടെ പറഞ്ഞുതരാം. ഡോസ് എന്നാണ് അങ്ങനെയുള്ള ആ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ DSAക്ക് ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പോമിൻ, ഓസിറ്റോക്സിൻ, സെറോട്ടിൻ, എൻഡോർഫിൻ, അതാണ് ഈ ഡോസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കനാബിസ് അഥവാ ഹെമ്പിന്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ ഒരു 30 ഡേയ്സ് വരെ നിങ്ങളെ യൂറിനിലും ബ്ലഡിലും ഇതിന്റെ സ്റ്റെയിൻസ് കാണും. ഹെയറിൽ വരെ കാണുമെന്നാണ് പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല എക്സസൈസ്, സ്വിമ്മിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത്. അതായത് ഡോപ്പോമിൻ പ്രൊഡക്ഷൻ, ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ആധുനിക ശാസ്ത്രം ഡോപ്പോമിൻ ഉണ്ട്, കനാബിഡോൾ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ വേദപുരാണ കാലം മുതൽ തന്നെ നാം ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ സംസ്കരിച്ച രൂപങ്ങളെക്കുറിച്ചും ശുദ്ധിയേണ്ട വിധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായിട്ടുണ്ട്. നമ്മൾ ഇന്നും തുടരുന്നത് ആധുനികവും പുരാണവും കൂടെ ചേർന്നുള്ള ഒരു മിശ്രിത സങ്കലനമാണ് നമ്മുടെ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു അത്ഭുത മെഡിസിനായിട്ട് ഇത് കാണാനുള്ള കാരണം. പ്രത്യേകിച്ച് മകരകാമേശ്വരി ഹെമ്പ് ചേർത്ത പ്രോഡക്റ്റ് നമ്മൾ മൊണോപ്പൊളിയാന്ന് തന്നെ പറയാം. കാര്യം ആ കറക്റ്റ് സ്റ്റിമുലേഷനുള്ള ഹെമ്പ് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ നമ്മുടെ കനാബിസ് എന്ന് പറഞ്ഞാൽ അതിന് എലിവേറ്റ് എന്ന് പറയുന്ന ക്യാപ്സൂൾ ഉണ്ട്. കൂടുതലും ഇങ്ങനെയുള്ളവർക്കൊക്കെ സൗകര്യം ക്യാപ്സൂൾ ആയിരിക്കും. കാര്യം കുപ്പി കൊണ്ടുപോയിട്ട് തുറന്നു കൊണ്ടിടക്കലൊന്നും നടക്കില്ല. ഈ ക്യാപ്സൂൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ വളരെ വളരെ എളുപ്പമായിരിക്കും. അപ്പം അതിന്റെ പേര് എലിവേറ്റ് എന്നാണ്.